ഹലോ ഹായ് വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഡോംസിൻ്റെ ഒരു പേസ്റ്റൽ കളർ ബ്രഷ് പെന്ന് മേടിച്ചു. അപ്പോൾ 200 രൂപയാണ് വില. കളേഴ്സ് കുറേ കണ്ടിട്ടുണ്ടെങ്കിലും കളർ പെൻസിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഈ പേസ്റ്റൽ കളേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ കണ്ട പാട് ചാടി വീണതാണ്. പേസ്റ്റൽ കളറും ബ്രഷ് പെന്നും എങ്ങനെ യൂസ് ചെയ്യാമെന്ന് പോലും എനിക്കറിയില്ല കേട്ടോ. ഇതിൽ കുറേ ടെക്നിക്കൊക്കെ കാണിച്ചു തരുന്നുണ്ട്, എന്താണെന്ന് നോക്കാം. കളേഴ്സ് കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. പേസ്റ്റൽ എന്ന് വെച്ചാൽ പോലെ കറക്റ്റ് പേസ്റ്റൽ കളേഴ്സ്. അത് എൻ്റെ ബ്രഷ് പെന്നും കൂടി ആകുമ്പോൾ കറക്റ്റ് ആ ഒരു കളറിലാണ് വരുന്നത്. ഓരോ കളർ എടുത്തിട്ട് നോക്കാം, നിങ്ങൾക്കത് കാണാമെന്ന് വിചാരിച്ചിട്ടാണ്. ബ്രഷ് പെന്ന് ബ്ലാക്കും പല കളേഴ്സും കൊണ്ട് എഴുതണതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ പേസ്റ്റൽ കളർ വെച്ചിട്ട് ഷെയ്ഡ് ചെയ്യണത് വീഡിയോസ് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു വീഡിയോ ഇടാനും കാരണം ഇപ്പോൾ ബ്ലൂവും ഈ സീ ഗ്രീനൊക്കെ എത്ര കറക്റ്റ് ആപ്റ്റ് കളറാണെന്നുള്ളതൊന്ന് നോക്ക്. ഇതിൽ വെച്ച് ഷെയ്ഡ് ചെയ്യാനും ആ നിബൊക്കെ വളരെ സോഫ്റ്റാണ്. ശരിക്കും ഒരു ബ്രഷ് പോലെ തന്നെയാണ്, പെയിൻറ്റിങ് ബ്രഷ് പോലെ തന്നെയാണ് തോന്നുന്നത്. അത്രയും സോഫ്റ്റായിട്ട് തന്നെ അത് വരക്കാനും ഒക്കെ പറ്റുന്നുണ്ട്. ഒരു ഇപ്പോൾ നമ്മൾ ബ്രഷ് വെച്ചിട്ട് എഴുതുമ്പോഴൊക്കെ സ്മഡ്ജ് ആവാനൊക്കെ ഒരുപാട് ചാൻസ് അല്ലേ. പക്ഷേ ഇതങ്ങനെയൊന്നും ഇതില്ല. പിന്നെ ബൗൺസി ലെറ്റേഴ്സൊക്കെ എഴുതാൻ നല്ല സുഖമാണ് ഇതുകൊണ്ട് എഴുതാനും. ബൗൺസി ലെറ്റേഴ്സിനേക്കാളും ഞാനധികം ബോൾഡ് ലെറ്റേഴ്സാണ് എഴുതലൊക്കെ ഉള്ളത്. അതുകൊണ്ട് ഞാനിതിഞ്ഞ് പഠിച്ച് വരണം. ഞാൻ പഠിക്കണ മുഴുവൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. അതിന് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഇതിലിപ്പോൾ ഈ ഓറഞ്ചിൻ്റെയൊക്കെ പേസ്റ്റൽ കളറ് അപ്പോൾ പിന്നെ ബ്രഷ് പെന്നുമുള്ള കളർ തന്നെ ആവുമോ, അത്ര കളർ ഉണ്ടാവില്ലേ എന്നൊക്കെ ഞാൻ കരുതിയിരുന്നു. പക്ഷെ കറക്റ്റ് അതിലുള്ള പേസ്റ്റൽ എന്ന് പറയുന്നതിനോട് വളരെയധികം നീതി പുലർത്തിയിട്ടുണ്ട്. അത്രയും ബെസ്റ്റ് കളറാണ്. കളർ പെൻസിലുകൾ ഇഷ്ടമാണെങ്കിലും ബ്രൈറ്റ് കളേഴ്സ് അധികം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ബോറാണല്ലോ. വളരെ മിനിമലായിട്ടല്ലേ. ഇപ്പോൾ പേസ്റ്റൽ ഈ കളേഴ്സ് ആകുകൊണ്ട് നമുക്ക് എങ്ങനെയൊക്കെ യൂസ് ചെയ്താലും പേസ്റ്റൽ ബ്രഷും ഈ ബ്രഷ് പെന്നും ഇങ്ങനത്തെ കളേഴ്സ് ആകുമ്പോൾ പിന്നെ ഇതിലുള്ള നമുക്ക് എവിടെ വേണമെങ്കിലും മിക്സ് ചെയ്യണത് ഇതിൻ്റെ ബാക്കിലുണ്ടായിരുന്നു. അതേപോലെ ബ്ലെൻഡ് ചെയ്യാനുള്ള ഈ പെന്ന് അതും ശരിക്കും ഞെട്ടി. അത് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്യാൻവാസിലാണെങ്കിൽ ആ കറക്റ്റ് വ്യത്യാസം അറിയാം. ഇത് സാധാ ഒരു പേപ്പറിലായ കാരണമാണ് നിങ്ങൾക്ക് ആ ചേഞ്ച് വല്ലാതെ അറിയാത്തത്. എന്നിട്ട് അത് ബ്ലെൻഡ് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ അതേപോലെ 2 കളേഴ്സ് തമ്മിൽ ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതൊക്കെ ഇനി ഓരോരോ അവസരത്തിൽ നമുക്ക് ബ്ലെൻഡ് ചെയ്ത് പഠിക്കാം. പിന്നെ അതേപോലെ ഒന്ന് വരുന്നതാണ് ഈ മെറ്റാലിക് സിൽവർ ബ്രഷ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ബോൾഡാണ് അധികം പോവുള്ളൂ എന്നുള്ളത്. മെറ്റാലിക് സിൽവറും കറക്റ്റ് ആ ഒരു പിന്നെ സിൽവറുമാണ് ഒരു മെറ്റാലിക് എഴുത്തായിട്ട് നമുക്ക് ഫീലാവും. ബ്രഷിൻ്റെ ടിപ്പൊക്കെ കണ്ടില്ലേ, വളരെ സോഫ്റ്റാണ്. ശരിക്കൊരു ബ്രഷ് പെൻ തന്നെ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഡോംസിൻ്റെ ഈ പേസ്റ്റൽ കളേഴ്സിൻ്റെ. ആക്ച്വലി ഞാനിത് ബ്ലെൻഡ് ചെയ്ത് കാണിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ എടുത്തത്. പിന്നെ ബ്ലെൻഡ് ചെയ്യൽ ഇതുവരെ ബ്രഷ് പെന്നും ബ്ലെൻഡ് ചെയ്യാത്ത ഞാൻ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡോംസേൽ എന്നെ വന്ന് തല്ലുമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഞാനത് മുതലാതിരുന്നത്. അപ്പോൾ ഇത്ര തന്നെയാണ്. ഞാൻ ഈ ബുക്കിന് പുറമെ എൻ്റെ ഡോട്ട് ജേർണലിലും ഞാനൊന്ന് കളേഴ്സൊന്ന് നോക്കി. സെയിം ടു സെയിം കളറാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.